ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് മറ്റേ ആരോട് വെച്ചിട്ടാ പുറത്തു പോയത്? ലീവ് ലെറ്റർ പോലും എഴുതി വെക്കാത്ത എം ഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? ഞങ്ങൾ രണ്ടുപേർക്കും. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് ഒന്നൂരി. ഞാൻ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. എന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നത് ഞാനങ്ങ് തിന്നു. അത് ശരി, അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. എത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നീ എങ്ങോട്ടാ? രാധയെ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്തിന്? അത് അയാളോട് അന്വേഷിക്കാൻ പോവാ. അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞാനൊരുത്തൻ ഇവിടെ തെരുവാധാരായി നടക്കുന്നതിന് നിനക്ക് ഒരു വിഷമവും ഇല്ല? ഇല്ല. തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ആയി. ഞാനിവിടെ ജോലിയില്ലാതെ തെണ്ടിക്കോട്ടെ. അതെ. നീ അല്ലേലും മനസാക്ഷി ഇല്ലാത്തവനാണ്. ആണോ? താത്താ, ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാ ഇപ്പോഴല്ലേ? അല്ല. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം their tools എന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേരെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത്?